ഈ ഒളിച്ചോട്ട കേസും വാണിപ്പ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരുടെ അടപ്പളായി. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഇതാ സാറിന്റെ പതിവ് കോട്ട ബിസ്ക്കറ്റും കടലയും. ഇതാ സാറിന്റെ സിഗരറ്റ്. ഇതാ സാറിന്റെ അമ്മച്ചിക്ക് മുറുക്കാൻ. എന്റെ ഈശോയെ, ഈ കമ്മാരൻ ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിടുന്നതിന് പകരം ഡെയിലി വന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര എത്ര പൊതികൾ കിട്ടിയാലേ. എവിടെന്നെങ്കിലും പൊക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ ഇവിടെ കൃത്യസമയത്ത്. കമാരു അനിയ പോയി ഒപ്പിട്ട് വാ. കേട്ടാ കൈ എടാ, അന്തസ്സുള്ളവര് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിട്ടിട്ട് പോണത് കേട്ടാ. നിനക്കെന്നുകൊണ്ട് ആയിക്കൂടാ. സർക്കാരിന്ന് ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിരത്താനുള്ള ആലോചനയാണല്ലോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളക്കം മനസ്സിലായോ? ആ, ഒപ്പിട്ടിട്ട് പൊക്കോ. ഹലോ, എസ് ഐ ഹിയർ. എന്താടാ കൊച്ചാപ്പി? എടാ, ഉച്ചയ്ക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത്? രാവിലെ നിനക്ക് എന്തായിരുന്നു പണി? ആ, ശരി. ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു കൊടുത്തു വിടാം. കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക്. ആ, പിന്നെ അയാളുടെ കയ്യില് ആ TV കൂടെ കൊടുത്തയക്കണം. TV അല്ലടാ, TV റിപ്പയറിങ്ങിന്. ആ, ശരി. ഒപ്പിട്ടില്ലേ? പിന്നെന്താടാ? വിരലടയാളം. ആരാ? ഓ, കോഴിയാണല്ലേ? ആ, TV എടുത്തോണ്ട് പോയിക്കോളൂ. സാർ, എന്താ ഇത്? കോഴിയോ? ഞാൻ വിചാരിച്ചു പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴിയെ കൊടുത്തിട്ട് സാറിന്റെ TV എടുത്തോണ്ട് പോയത്.